കോഴിക്കോട് സൗത്തിൽ ബിജെപി ലീഡ്. ഓ മൈ ഗോഡ്, കോഴിക്കോട് സൗത്ത് പ്രതീക്ഷ യുവത്വം 400 വോട്ടുകൾ മുന്നിട്ട് നിൽക്കുന്നു. CPM-ന്റെ കോട്ടകൾ തകർത്ത റനീഷ്. അയ്യോ, CPM-ന്റെ മാത്രമല്ല, പൊന്നാവരം കോട്ടയാണ് സൗത്ത്. 400 വോട്ടുകൾ റനീഷ് മുന്നിലാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പ്രധാനപ്പെട്ട അപ്രതീക്ഷിതമായ ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ കോഴിക്കോട് സൗത്തിൽ കാണാൻ സാധിക്കുന്നത്. എത്തിയിരിക്കുന്നു. കേവല ഭൂരിപക്ഷത്തിന് വേണ്ട നമ്പറിൽ വന്ന് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. പക്ഷേ ചാത്തന്നൂരിൽ ഗൗതമേ കനത്ത പോരാട്ടമാണ്. LDF ഇപ്പോൾ ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. അതിന്റെ അർത്ഥം ആദ്യ സൂചനകൾ തൊട്ട് തന്നെ അതിശക്തമായ ഫൈറ്റ് ആണ്. UDF 71, LDF 62, NDA 4 എന്നതാണ്. ശിവൻകുട്ടി ലീഡ് നേടിയിരിക്കുകയാണ് തൽക്കാലം. നേമത്ത് ശിവൻകുട്ടി മുന്നിൽ, ഏറ്റുമാനൂർ VN വാസവൻ മുന്നിൽ, എലത്തൂരിൽ AK ശശീന്ദ്രൻ മുന്നിട്ട് നല്ല നിൽക്കുകയാണ്. വി മുരളീധരൻ ലീഡ് തുടരുന്നു. രഞ്ജിത്ത് അറിയേണ്ടത് നേമത്ത് ഇപ്പൊ എവിടെയാണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത്? നേമത്ത് പൂജപ്പുരയാണ് അനുകൂലമായി. ഞാനൊന്ന് വായിക്കാം. ആദ്യം പൂജപ്പുര, തിരുമല, പാങ്ങോട്, മുടവമുകൾ, പിന്നെ കുന്നപ്പുഴ, കരമന, ആറ്റുകാൽ, ഇങ്ങനെ രഞ്ജിത്തേട്ടാ, കൊഞ്ചിറവിള ഉൾപ്പെടെ അങ്ങനെയാണ് എണ്ണി. ഞാൻ അതാ പറഞ്ഞത്, ആറ്റുകാൽ വാർഡ് വരെ എണ്ണുമ്പോൾ BJPക്ക് അതിശക്തമായ ഭൂരിപക്ഷമുള്ള മേഖലയാണ്. അതിനുശേഷമാണ് സാധാരണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കുമ്മനം രാജശേഖരൻ മത്സരിക്കുമ്പോഴും അത് തന്നെയായിരുന്നു. ആദ്യ ഘട്ട പോളിംഗ് കൗണ്ടിംഗ് നടന്നപ്പോൾ തന്നെ വലിയ ഭൂരിപക്ഷം. എന്നാൽ അവസാന റൗണ്ടുകളിലാണ് ഭൂരിപക്ഷം ക്രമേണ കുറഞ്ഞു വരുന്നത്. കാലടി സൗത്ത് അടക്കമുള്ള മേഖലകളിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ഇടതുപക്ഷ അനുഭാവമുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ എത്ര ലീഡായിരിക്കും രാജീവ് ചന്ദ്രശേഖർ നേടുക എന്ന ഒരു കാര്യം പ്രിയപ്പെട്ടവരെ, ഞാൻ ഒന്ന് ഇടപെട്ട് പറയാണ്. കോഴിക്കോട് സൗത്ത് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല കേട്ടോ. കോഴിക്കോട് സൗത്തിൽ 400 വോട്ട്. സത്യമാണ്. 400 വോട്ട്. മുന്നിൽ. നേരത്തെ മുതൽ ദേശീയ തലത്തിലുള്ള എക്സിറ്റ് പോളുകൾ വന്നപ്പോ കേരളത്തിൽ ഒരു സീറ്റ് കോഴിക്കോട് NDAക്ക് പറയുന്നു. അന്ന് പലരും നെറ്റി ചോദിച്ചു. നോർത്താണ് ചിന്തിച്ചത് പലരും. അതെ, പക്ഷേ ഒരു സീറ്റ് നോർത്താണോ സൗത്താണോ എന്ന് പറഞ്ഞില്ല. ഒരു സീറ്റ് NDA വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് ദേശീയ തലത്തിലുള്ള എക്സിറ്റ് പോളുകൾ പറഞ്ഞു. ഇപ്പൊ എന്തായാലും സമാധാനമല്ലോ ശ്യാമിന്. തീർച്ചയായും ജയം തോൽവിയൊക്കെ പിന്നെ നല്ല ഫൈറ്റ് നടത്തിയില്ലേ രനീഷ്. UDF 71, LDF 62, NDA 5 എന്ന നിലയിലാണ്. പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ ലീഡ് ചെയ്യുന്നു. കൊട്ടാരക്കരയിൽ KN ബാലഗോപാൽ ലീഡ് ചെയ്യുന്നു. ചടയമംഗലത്ത് മറ്റൊരു മന്ത്രി J ചിഞ്ചുറാണി ലീഡ് ചെയ്യുന്നു. മന്ത്രി P രാജീവ് തമിഴ്നാട്ടിൽ നിന്നുള്ള മൂവാറ്റുപുഴ 3 സ്ഥലങ്ങളിലും തമിഴ്നാട്ടിൽ നിന്നുള്ള അപ്ഡേറ്റ് അനുസരിച്ചിട്ടാണെങ്കിൽ DMK 61 സീറ്റിലും TVK 26 സീറ്റിലും AIDMK 14 സീറ്റിലും മുന്നിൽ നമ്പർ കൂടി വരികയാണ്. TVK 26 സീറ്റിൽ മുന്നിൽ നിൽക്കുന്നു. ബംഗാൾ കൂടി കേൾക്കണ്ടേ? നിയമം 56 വോട്ടുകൾക്ക് മുന്നിൽ രാജീവ് മുന്നിലാണ്. നിയമം 2016 BJP കേരള രാഷ്ട്രീയത്തിൽ ആദ്യമായി താമര വിരിയിച്ച നിയമത്തിന്റെ മണ്ണിൽ ഇതാ വീണ്ടും BJP മുന്നേറ്റം നടക്കുന്നു 56 വോട്ടുകൾക്ക്. ഞാൻ 2016 21 തന്നെ ആദ്യഘട്ടങ്ങളിൽ ഇങ്ങനെ ഒരു ഫീല്, ഈ ഒരു മുന്നേറ്റം ചരിത്രത്തിൽ ആദ്യത്തെ 4-5 സീറ്റുകളിൽ NDA ലീഡ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഒരു സീറ്റിൽ അല്ലെങ്കിൽ 2 സീറ്റിൽ, അതും കുറച്ച് കഴിയുമ്പോൾ മാറും. ബംഗാളിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് TMC 105, BJP 110. TMC 105, BJP 110, കോൺഗ്രസ് മുന്നണി 2, LDF 0. അമ്പലപ്പുഴയിൽ G സുധാകരൻ ലീഡ് പിടിക്കുന്നു. കാര്യം കൂടി, പോരാട്ടത്തിൽ നിന്ന് UDF മെല്ലെ അപ്രത്യക്ഷമാവുകയാണ്. NDAയും LDFും തമ്മിലുള്ള പോരാട്ടമായി ചാത്തന്നൂരിൽ മാറിക്കഴിഞ്ഞു. അതാണ് അപകടകരം. അവിടെയാണ് ഒരു അപകടം സംഭവിക്കാൻ സാധ്യത. ഗൗതമേ, കഴക്കൂട്ടത്ത് ഒരു ചെറിയ അപ്ഡേറ്റ് ഉണ്ട്. കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. വളരെ ചെറിയ വോട്ടുകൾക്കാണെങ്കിൽ പോലും ഇപ്പോഴാണ് ഏതാണ്ട് 1 മണിക്കൂർ വോട്ടെണ്ണൽ ആരംഭിച്ചതിന് ശേഷമാണ് കടകംപള്ളി സുരേന്ദ്രൻ ഒന്ന് ശ്വാസം എടുക്കുന്നത്. മണ്ഡലം കൂടിയാണ്. CPM-ന്റെ കുത്തകയായിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കും ഒരു പക്ഷേ.